നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റെപ്പിഡോട്ടമി സർജറി, അതിനകത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ ഓട്ടോസ്ക്ലീറോസിസ് എന്നൊരു കണ്ടീഷനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സ്റ്റെപ്പിഡോട്ടമി എന്നൊരു സർജറി ആണെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. അതിന് പുറമെ അല്ലാത്ത ഓപ്ഷൻസ് ഹിയറിംഗ് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാൽ പിന്നെ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചാൽ പോരെ എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓട്ടോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഒരു പ്രോഗ്രസീവ് എൻറ്റിറ്റിയാണ്. അത് വെച്ചാൽ സമയം പോകുന്നതനുസരിച്ച് ഈ കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ സ്റ്റെപ്പിഡോട്ടമി എന്നൊരു സർജറി ചെയ്യുമ്പോൾ നമ്മൾ ആ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ബോൺ ഡ്രില്ല് ചെയ്ത് ബോൺ മാറ്റി ഒരു പിസ്റ്റൺ അവിടെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഈ ഡിസീസ് പ്രോഗ്രഷൻ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഹോൾട്ട് ആകുകയാണ്, നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വർഷത്തിന് ശേഷം നമ്മൾ ഈ പേഷ്യൻസിനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഒരു ഹിയറിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡിസീസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാലക്രമേണ ഹിയറിംഗ് ലെവൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ച് വേണം ഒരു ഡെസിഷൻ എടുക്കാൻ. എന്തുകൊണ്ടും ഫാർ സുപ്പീരിയർ റിസൾട്ട്സ് സർജറി കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ടാമത് വരുന്ന ചോദ്യം, ഡോക്ടർ എന്താണ് ഈ സർജറിയുടെ കോംപ്ലിക്കേഷൻസ്? കാരണം പലപ്പോഴും ഒരു പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലർ കൊടുക്കുന്ന ഓപ്ഷൻ ഹിയറിംഗ് എയ്ഡിന് പോകും, ചിലർ കൊടുക്കുന്ന ഓപ്ഷൻ സ്റ്റെപ്പിഡോട്ടമി ചെയ്യാൻ പറയും. ഡോക്ടർ പറഞ്ഞു അത് ചെയ്താലും അതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, റിസ്കുകളുണ്ട്, അതുകൊണ്ട് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സർജറിക്കും അതിൻ്റേതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അഗെയിൻ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം ലെസ് ദാൻ 5 to 10% ആണ് നമ്മൾ ഓവറോൾ നമ്മൾ നോക്കുന്നത്. നമ്മുടെ സ്റ്റഡീസ് മാത്രമല്ല, നമ്മൾ പറയുന്ന വേൾഡ് വൈഡ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലെസ് ദാൻ 5 to 10%. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സ്റ്റേപ്പി സർജറിയിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ്? അതാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഹിയറിംഗ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നില്ല. യൂഷ്വലി ഓട്ടോസ്ക്ലീറോസിസ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഹിയറിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. ഇപ്പം ഓട്ടോസ്ക്ലീറോസിസ് അല്ല, അതിനോട് കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓസിക്കുലർ ഫിക്സേഷൻ, അതായത് ചെവിയിടത്തുള്ള അസ്ഥികൾ ഈ സ്റ്റേപ്പീസ് അല്ലാതെ വേറെ ഏതെങ്കിലും ബോൺ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ബോൺ റീപ്ലേസ് ചെയ്താലും മറ്റുള്ള ബോൺ അനങ്ങുന്നില്ലെന്ന് വെച്ചാൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടിയെന്ന് വരില്ല. രണ്ട്, ഏതൊരു ഇയർ സർജറിയിലും ഒരു 1% സാധ്യതയുണ്ട് ഹിയറിംഗ് ലെവൽസ് ഡിറ്റീറിയേറ്റ് ചെയ്യാൻ, അതായത് അത് വേഴ്സൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യുന്ന സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഇപ്പോൾ ഉള്ള ഹിയറിംഗ് ലെവലിനെക്കാട്ടിലും ഹിയറിംഗ് ലെവൽസ് ഡിപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് ഏതൊരു ഇയർ സർജറിയിൽ നമ്മൾ തിയററ്റിക്കലി പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്, പക്ഷേ ഇതങ്ങനെ കാണണമെന്നില്ല. പക്ഷേ ആ ഒരു റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാകേണ്ടതാണ്. കാരണം 99% ഓഫ് ദ പേഷ്യൻസിന് നമുക്ക് ഹിയറിംഗ് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മളത് കാണുന്നത്. പിന്നെ ഈ പിസ്റ്റൻ്റെ അളവ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ലെങ്ത്ത് കൂടിപ്പോയാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരറ്റം ഇന്നർ ഇയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ പേഷ്യൻസിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേർട്ടൈഗോ വരാൻ അല്ലെങ്കിൽ തലകറക്കം വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഇപ്പോൾ പിസ്റ്റൻ്റെ അളവ് കുറവാണെങ്കിൽ, ടു ഷോർട്ട് ആണെന്ന് വെച്ചാൽ വേണ്ട രീതിയിലുള്ള ഹിയറിംഗ് ബെനിഫിറ്റ് കിട്ടത്തില്ല. പിന്നെ സാധാരണ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഹിയറിംഗ് എനിക്ക് ഭാവിയിൽ ഒരിക്കലും ഒരു പ്രശ്നം വരില്ല. നമ്മളിത് ഒരു പിസ്റ്റൺ വേറൊരു ബോണിൽ ധരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും കാരണവശാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇപ്പോൾ പേഷ്യൻ്റ് ഒരു ഹെഡ് ഇഞ്ചറി ഒന്ന് വീണു, ഈ പിസ്റ്റൺ ഈ പറഞ്ഞ പോലെ നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബോണിൽ നിന്ന് വീഴുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഹിയറിംഗ് ലെവൽസ് മോശമാകും. അപ്പോൾ അത് ആ പേഷ്യൻ്റ് അപ്പോൾ ആ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞ് ഞാൻ നേരത്തെ കേട്ടിരുന്ന പോലെ ഇപ്പോൾ കേൾക്കുന്നില്ല. അല്ല, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ക്രിംപ് ചെയ്ത് വെച്ച ബോണിൻ്റെ അറ്റം ദ്രവിച്ചു പോവുകയാണെങ്കിൽ അഗെയിൻ ഇത് തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെയും കണ്ടക്ഷൻ കുറയും, പേഷ്യൻ്റെ ഹിയറിംഗ് ലെവൽസ് കുറയും. പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ മാറിപ്പോവാം, ഡിസ്പ്ലേസ്ഡ് ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ച ബോണിൻ്റെ അറ്റം നെക്രോസിസ് അടിക്കാം, അത് ദ്രവിച്ചു പോകാം. ഇങ്ങനെ സാഹചര്യങ്ങൾ ഹിയറിംഗ് ലെവൽസ് ഡിറ്റീറിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആണെന്ന് വെച്ചാലും നമുക്കത് എക്സ്പ്ലോർ ചെയ്ത് റീപൊസിഷൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിസ്റ്റൺസ് അങ്ങനത്തെ സാഹചര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് സ്റ്റേപ്പി സർജറിയോട് സംബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻ. സാധാരണ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ഇതെല്ലാമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.